രാജധാനി എക്സ്പ്രസിൽ നിന്ന് പോലീസിനെ വെട്ടിച്ച് ചാടിപ്പോയ മയക്കുമരുന്ന് പ്രതിയെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. നീലേശ്വരം സ്വദേശി മുഹമ്മദ് ഹനീഫയ്ക്കായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിട്ടുണ്ട്. ഡൽഹിയിലേക്ക് തെളിവെടുപ്പിന് കൊണ്ടുപോകും വഴിയാണ് ഹനീഫ ഉദ്യോഗസ്ഥരെ വെട്ടിച്ച് കടന്നുകളഞ്ഞത്. ASI ഉൾപ്പെടെ 6 ഉദ്യോഗസ്ഥരെ കബളിപ്പിച്ചാണ് മുഹമ്മദ് ഹനീഫ ട്രെയിനിൽ നിന്ന് ചാടിപ്പോയത്. കോടികളുടെ മാരക ലഹരി മരുന്നുമായിട്ടാണ് നീലേശ്വരം സ്വദേശി മുഹമ്മദ് ഹനീഫ പോലീസിന്റെ വലയിലാകുന്നത്. ഇയാളെ തെളിവെടുപ്പിനായി ഡൽഹിയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ നിന്ന് കടന്നു കളഞ്ഞത്. മുഹമ്മദ് ഹനീഫ ട്രെയിനിൽ നിന്ന് ചാടിപ്പോയി എന്ന് തന്നെയാണ് പോലീസ് കരുതുന്നത്. ഒരു ASI ഉൾപ്പെടെ 6 പേരാണ് പ്രതിയുമായി തെളിവെടുപ്പിന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. ഗുജറാത്തിലെ വഡോദരയ്ക്ക് സമീപത്ത് വെച്ച് മുഹമ്മദ് ഹനീഫയെ കാണാതാകുകയായിരുന്നു. രണ്ടു ദിവസം മുമ്പ് പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ പ്രതിയെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. പ്രതിയെ പിടികൂടുന്നതിനായി കേരള പോലീസ് വഡോദര പോലീസിന്റെ സഹായവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മെയ് 1 മുക്കത്തെ വാടക വീട്ടിലെത്തിച്ച് ലഹരി കേസിലെ പ്രാഥമിക തെളിവെടുപ്പ് പോലീസ് പൂർത്തിയാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ലഹരി മരുന്നിന്റെ പ്രധാന ഉറവിടം തേടി ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചത്. കൈവിലങ്ങോടെയാണ് പ്രതി ട്രെയിനിൽ നിന്ന് കടന്നുകളഞ്ഞത്. ഏപ്രിൽ 2-ാം തീയതിയാണ് വിപണിയിൽ കോടികൾ വിലമതിക്കുന്ന 3 കിലോഗ്രാം MDMA യുമായി ഹനീഫയെ പോലീസ് പിടികൂടുന്നത്. ന്യൂസ് മലയാളം, കോഴിക്കോട്.